സമ്പത്ത് എന്നുള്ള വാക്ക് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ചിട്ടുള്ളതാണ്. സമ്പന്നൻ, ആ വാക്കും നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഡിക്ഷണറിയിൽ നോക്കി, സമ്പത്തിന് വെൽത്ത് എന്നാണ്. വെൽത്ത് എന്താണെന്ന് നോക്കി. വാല്യൂബിൾ പൊസഷൻ ഓഫ് എനി കൈൻഡ്, ഏതെങ്കിലും തരത്തിൽ വിലയുള്ള ഒരു പൊസഷൻ, അതാണ് സമ്പത്ത്. അത് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമായിട്ട് ഭൗതിക സമ്പത്താണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പണം, സാധനങ്ങൾ, സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പ്രധാന കാര്യങ്ങൾ. യേശു ഒരിക്കൽ ഇങ്ങനെ പറയേണ്ടായി, സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിനേക്കാൾ ദുഷ്കരമാണ് എന്ന്. അവിടെ യേശു ഉദ്ദേശിച്ച സമ്പത്ത് അത് ഭൗതിക സമ്പത്ത് തന്നെയാണ്. ആ ഭൗതിക സമ്പത്ത് മോശമാണോ? കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഭൗതിക സമ്പത്ത് എന്തോ മോശമായിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും പള്ളികളിലൊക്കെ കുർബാനയുടെ നേരത്ത് ഈ ഭാഗം വായിക്കുമ്പോൾ, സുവിശേഷം വായിക്കുമ്പോൾ, ചില വലിയ പണക്കാരെയൊക്കെ മറ്റുള്ളവരിങ്ങനെ നോക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിന്നെക്കുറിച്ചാണ് അത് പറയണേ എന്നുള്ള അർത്ഥത്തിൽ നോക്കുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ യേശു ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഭൗതിക സമ്പത്ത് മോശമാണെന്നൊന്നുമില്ല. മറിച്ച് അത് തൻ്റെ മിടുക്കുകൊണ്ടുണ്ടാക്കിയതാണ്, തൻ്റെ മാത്രമാണ്, മറ്റുള്ളവർക്ക് അതിലൊരു പങ്കുമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവനാണ് ഈ സമ്പന്നൻ. ശരിക്കും ഒരു പന്നൻ എന്നുള്ള വാക്ക് അതിനകത്തുണ്ട്. സമ്പന്നൻ അവൻ സ്വർഗരാജ്യത്തെ പ്രവേശിക്കില്ല എന്നാണ് യേശു പറഞ്ഞത്. അല്ലാതെ പണമുള്ളവരൊന്നും സ്വർഗത്തിൽ പോവില്ല എന്ന് അതിനർത്ഥമൊന്നുമില്ല. ഇത് ദൈവം തന്നതാണെന്നും ഞാനതിൻ്റെ മാനേജർ മാത്രമാണെന്നും ഒക്കെയുള്ള ചിന്ത, അതുള്ളവൻ ഒരു സമ്പന്നനല്ല. അവൻ സ്വർഗരാജ്യത്തിൽ പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. അവൻ എങ്ങനെയാണ് അവൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി നമുക്കറിയാം ഡേഞ്ചറസ് ആണ്. അത് വളരെ യൂസ്ഫുള്ളാണ്, നമുക്കൊക്കെ ആവശ്യമുള്ളതാണ്, പക്ഷേ ഡേഞ്ചറസ് ആണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് സമ്പത്ത്, ഡേഞ്ചറസ് ആണ്. സമ്പത്ത് എത്ര കൂടുന്നുവോ ഡേഞ്ചർ അത്രയും കൂടുതലാണ്. 220 വോൾട്ടിനേക്കാൾ എത്രയോ ഡേഞ്ചറസ് ആണ് 1100 വോൾട്ട്. അതിനേക്കാൾ എത്രയോ ഡേഞ്ചറസ് ആണ് 66,000 വോൾട്ട്. അത്രയേ അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഈ ചിന്തയിലൂടെ കടന്നു പോയപ്പോൾ എനിക്കൊരുപാട് ആശയങ്ങൾ തമ്പുരാൻ തന്നു. ഈ ഭൗതിക സമ്പത്തല്ലാണ്ട് പിന്നെയും ഒരുപാട് സമ്പത്തുണ്ടാ മോനെ, നീ അതേക്കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. ഞാൻ കുറച്ച് നേരം അതേക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരോഗ്യം വലിയൊരു സമ്പത്താണ്, ഹെൽത്ത്. ഏതോ ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഡോക്ടർ ആവണം പറഞ്ഞിട്ടുണ്ടാവുക, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന്. ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്. ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ആരോഗ്യം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമ്പത്താണ്. നമ്മുടെ മക്കൾ ഒരു വലിയ സമ്പത്താണ്. മക്കൾ പുത്രസമ്പത്ത് എന്ന് നമ്മൾ പറയും. പുത്രി ആയാലും അത് തന്നെയാണ്. സുഹൃത്തുക്കൾ വലിയ സമ്പത്താണ്. സുഹൃത്ത് സമ്പത്ത് നമ്മൾ കേട്ടിട്ടുള്ള വാക്കാണ്, സുഹൃത്ത് സമ്പത്ത്. അയൽക്കാർ അവരുടെ സുഹൃത്തുക്കളിൽ തന്നെ പെടും. ബന്ധുജനങ്ങൾ
അത് വലിയൊരു സമ്പത്താണ്. നമ്മൾ ബിലോങ് ചെയ്യുന്ന ആ ഫാമിലി, ആ തറവാട് നമ്മൾ പറയില്ലേ, ആ തറവാട്ടിലെ ആളുകൾ ഒരു പക്ഷേ വലിയ ഉന്നത സ്ഥാനത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു സമ്പത്തിൻ്റെ ഉടമയും കൂടിയാണ്. ആ തറവാട്ടിൽ ഉൾപ്പെട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യവും കൂടിയാണ്. നമ്മൾ ഒരു രാജ്യത്ത്, വളരെ സമ്പന്നമായ ഒരു രാജ്യത്താണ് നമ്മൾ ജനിച്ചത് എങ്കിൽ അത് ആ രാജ്യം തന്നെ നമ്മുടെ സമ്പത്താണ്. ആ രാജ്യത്തിൻ്റെ സമ്പത്ത് നമ്മുടേത് കൂടിയാണ്. സംസ്കാര സമ്പന്നൻ എന്ന് നമ്മൾ പറയാറുള്ളൊരു വാക്കാണ്. അപ്പോൾ സംസ്കാരം ഒരു സമ്പത്താണെന്ന അർത്ഥം. നല്ല സംസ്കാരമുള്ള ഒരു ജനതയുടെ ഇടയിലാണ് നമ്മളെങ്കിൽ നമുക്ക് പറയാം നമുക്ക് നല്ല സംസ്കാര സമ്പത്തുണ്ട്. നമ്മളും അതുപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന സംസ്കാരം അതൊരു സമ്പത്താണ്. പരിചയസമ്പന്നൻ എന്ന് പറയാറുണ്ടല്ലോ. ഒരു കാര്യം ചെയ്ത് പരിചയസമ്പന്നൻ. അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഒരു സമ്പത്താണ്. എപ്പോഴാണ് അനുഭവങ്ങൾ സമ്പത്താവുന്നത്? അതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കുമ്പോൾ. എനിക്കൊരു ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു പാഠം പഠിക്കുകയാണ്. അതെൻ്റെ ഒരു സമ്പത്താണ്. എനിക്ക് നന്മ ഉളവാക്കാൻ ഇടവരുന്ന ഒന്നാണ്. സഹനസമ്പത്ത്, സഹിക്കാനുള്ള കഴിവ്, അതും സമ്പത്തായിട്ടാണ് ഞാൻ കാണുക. അതുപോലെ ധൈര്യം, അതൊരു സമ്പത്താണ്. പലപ്പോഴും ധൈര്യമില്ലാത്തവൻ ഒരു നല്ല കാര്യം ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കും. എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരാൾ ആ വെളുപ്പിൽ കിണറ്റിൽ വീണു. അന്നൊന്നും കിണറുകൾക്കൊന്നും വാക്കല്ലോ ഒന്നും ഉണ്ടാവും, അധികമില്ല. കിണറ്റിൽ വീണു. അപ്പോൾ അതിലെ സ്കൂളിൻ്റെ ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പേര് വിനോദൻ എന്നാണ്. വിനോദൻ ഇതറിഞ്ഞ് സ്കൂളിൽ നിന്ന് വരും വഴിയാണ്. സ്കൂളിൽ നിന്ന് അറിഞ്ഞ് അവിടെ ചെന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ ഇയാൾ കിണറ്റിൽ ചാടി അയാളെ രക്ഷപ്പെടുത്തി. വളരെ ധൈര്യം കൊണ്ട് ഒരു നന്മ ചെയ്യാൻ കഴിഞ്ഞു. അദ്ദേഹം പിന്നീട് ആർമിയിലൊക്കെ ചേർന്നു, പിന്നെ റിട്ടയർ ചെയ്തു. ഓർക്കുന്നു. അപ്പോൾ ആ ധൈര്യം വലിയൊരു സമ്പത്തല്ലേ? വിനയം, അതൊരു നല്ല സമ്പത്തല്ലേ? നമ്മൾ വിനയാന്വിതരായി ഒരു കാര്യം വേറൊരാളോട് പറയുമ്പോൾ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമല്ലേ ഉണ്ടാകുക? ഇതൊക്കെ സമ്പത്തുകളിൽ പെട്ടതാണ് വിനയം. ശിഷ്യന്മാർ വലിയ സമ്പത്താണ്. ശിഷ്യസമ്പത്ത് എന്ന് പറയും. ശിഷ്യന്മാർ പല വിധത്തിലാണ്. ഒന്ന് നമ്മൾ പഠിപ്പിച്ചിട്ട് ഒരു ശിഷ്യസമ്പത്ത് നമുക്കുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു ഓഥറാണ് എന്ന് വിചാരിക്കുക, പുസ്തകം എഴുതിയിട്ടുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ പുസ്തകം എഴുതി ആ പുസ്തകം വായിച്ചിട്ടുള്ളവരുണ്ടാവും. എനിക്കൊരുപാട് ശിഷ്യ സമ്പത്തുള്ള ഒരു വ്യക്തിയാണ്. 57 വർഷം പഠിപ്പിക്കാനിടയായതുകൊണ്ട് ഒരുപാട് പേര്, ഒരു 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ ശിഷ്യന്മാരായിട്ട് കാണാൻ പറ്റും. അവരുടെ മാതാപിതാക്കളും നമ്മളെ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു. പലപ്പോഴും നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ ആരെങ്കിലും വന്ന് നേരിട്ട് പറയും, സാർ ഞാൻ ഇന്ന കൊല്ലം പഠിച്ചതാണ്. അത് വലിയൊരു അഭിമാനമുള്ളൊരു കാര്യമാണ്. ചിലർ കാണാൻ തന്നെ വരും. ഇന്നലെ ഒരു കുട്ടി കാണാനായിട്ട് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ വന്നേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഈ സമയത്ത് വരുന്നവരുണ്ട്, അഡ്മിഷൻ നടക്കണ നേരം. അപ്പോൾ പഴയ കുട്ടികളൊക്കെ വരും. അവരാദ്യം പറയും ഞാനിവിടെ ഇന്ന കൊല്ലം പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ ആവശ്യം പറയുക. അനിയനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവന് ചേരണം. പലപ്പോഴും നമ്മൾ പല ആഫീസുകളിലും കയറി ചെല്ലുമ്പോൾ നമ്മളെ നോക്കി ഒന്ന് ചിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ അന്വേഷിച്ചാൽ പറയാം, ഞാൻ പക്ഷേ ഇന്ന കൊല്ലം പഠിച്ച കുട്ടിയാണ്.
ചിലപ്പോൾ അവർ എഴുന്നേറ്റ് നമ്മുടെ അടുത്തേക്ക് വരും, ചോദിക്കും എന്താ മാഷ്ക്ക് എന്താ വേണ്ടേ. ശിഷ്യസമ്പത്ത്. പുസ്തകം എഴുതിയിട്ടുള്ളവർക്ക് അത് വായിച്ച് ശിഷ്യന്മാരുണ്ടാവും. വായന ശിഷ്യനാണല്ലോ, വായിച്ചവൻ ശിഷ്യനാണ്. ഞാൻ ഒരിക്കൽ പറയേണ്ടായി, ശിഷ്യൻ എന്ന് പറഞ്ഞ വാക്ക് എങ്ങനെ വന്നു. ഡിസൈപ്പിൾ. ആ അധ്യാപകൻ്റെ ഡിസിപ്ലിൻ ഉള്ള ആളാണ് ഡിസൈപ്പിൾ. ആ പുസ്തകത്തിലൊരു ഡിസിപ്ലിൻ ഉണ്ടാവും, അത് വായിച്ച ആളാണ് വായനക്കാരൻ, അതുള്ള ആളാണ് വായനക്കാരൻ. വായനക്കാരൻ ആ ഡിസിപ്ലിൻ ഉണ്ടാകും, ഓതറിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടാകും. അല്ലെങ്കിൽ അവൻ ആ പുസ്തകം പിന്നെ വായിക്കില്ല, ഒരു പേജ് വായിച്ച് പിന്നെ വായിക്കില്ല. തുടർന്ന് അവൻ വായിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഡിസിപ്ലിൻ അവൻ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതാണ്. അങ്ങനെ എത്രയോ ശിഷ്യന്മാരാണ് നമുക്ക് ഉള്ളത്. ചാനലിൽ പ്രസംഗിക്കുന്ന, എനിക്ക് ഈ ചാനലിലൂടെ ഒരുപാട് ശിഷ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഒരു അനാഥശാലയിൽ പോവുകയുണ്ടായി. അവിടുത്തെ അനാഥശാല നടത്തുന്ന ആൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോൾ കുറേ അന്തേവാസികൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ നടത്തുന്ന ആളുടെ ഭാര്യ, ബെല്ലടിച്ചപ്പോൾ ഭാര്യയാണ് വന്നത്. അവർ വന്നിട്ട്, ഈ ആളെ മനസ്സിലായോ, ഇന്നലെ ടി വിയിൽ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ശിഷ്യന്മാരെ ലഭിക്കുന്നത് പല വിധത്തിലാണ്. ചിലപ്പോൾ നേരിട്ടാവില്ല, നമ്മളെ കണ്ട് പലതും പഠിക്കുന്നവരുണ്ടാവും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നിരീക്ഷിച്ച് പഠിക്കുന്നവരുണ്ടാവും. അപ്പോൾ ശിഷ്യസമ്പത്താണ് ഏറ്റവും വലിയ സമ്പത്തുകളിൽ ഒന്ന്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുത്രസമ്പത്ത്. പുത്രൻ എങ്ങനെയാണ് സമ്പത്തായി മാറണത്? പുത്രൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പുത്ത് എന്ന് പറയുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനാണ്. നമ്മൾ മരിച്ചു പോകുമ്പോൾ പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു. ഭാരതീയ വിശ്വാസം അങ്ങനെയാണ്, ക്രിസ്തീയ വിശ്വാസം അത് തന്നെയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിന് പകരം ഭാരതീയ വിശ്വാസത്തിൽ പുത്ത് എന്നാണ് ആ സ്ഥലത്തിന് പേര് പറയാം. അതിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് ത്രാണനം ചെയ്യുന്ന മകനാണ് പുത്രൻ, ത്രാണനം ചെയ്യുന്ന മകളാണ് പുത്രി. അപ്പോൾ ഭാരതീയ വിശ്വാസപ്രകാരവും മരിച്ചുപോയ ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിൽ അല്ലെങ്കിൽ പുത്തിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് ത്രാണനം ചെയ്യാനൊരു കഴിവ് മക്കൾക്കുണ്ട്. കഴിവ് മാത്രമല്ല, ഒരു കടമയും ആ മക്കൾക്കുണ്ട് എന്ന് അർത്ഥം അവിടെ വരുന്നുണ്ട്. പുത്രിയും അതുപോലെ തന്നെ. അതാണ് ശരിയായ സമ്പത്ത്. പണ്ട് രാജാക്കന്മാർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് തടവുകാരായി കിടക്കുമ്പോൾ അവരെ അവിടെ നിന്ന് മോചിപ്പിക്കാനായിട്ട് മോചനദ്രവ്യം കൊടുക്കും. മോചനദ്രവ്യം ഏതാണ്ട് അതുപോലെയാണ് ഈ പുത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത്. മക്കൾ നല്ല നിലയിലായി കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓ ശരിക്കും നമ്മുടെ സമ്പത്താണ് എന്ന്. നല്ലോണം പഠിക്കുന്നു, നല്ല ജോലി കിട്ടി, കളക്ടറായി. അപ്പോൾ അപ്പനും അമ്മയൊക്കെ കഷത്തിൽ രണ്ട് നാരങ്ങ വെച്ച മാതിരി നടക്കുക, എൻ്റെ മകൻ കളക്ടറാണ് എന്നൊക്കെ. ഇനിയിപ്പോൾ മകൻ മന്ത്രിയായാലോ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ മക്കളൊക്കെ സമ്പത്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പുത്രൻ, ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഒരു വികലാംഗനായി ജനിച്ചു, അതും അല്ലെങ്കിൽ അല്പം മന്ദബുദ്ധിയായിട്ട് ജനിച്ചു, അതിനെ സമ്പത്തായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. ആ കുഞ്ഞിൻ്റെ ജന്മം കൊണ്ട് ദൈവം എന്തോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തോ ഒരു നന്മയാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ആ കുഞ്ഞിനെ പോറ്റുന്നതിലൂടെയുള്ള ആ നമ്മുടെ വളർച്ച, എല്ലാവർക്കും ആ വളർച്ച ഉണ്ടായിന്ന് വരില്ല. അങ്ങനെ ഒരു
കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുമ്പോൾ മറ്റ് പലർക്കുമില്ലാത്ത ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് ആ മാതാപിതാക്കൾ കടന്നു പോകുന്നത്. അവർക്ക് മറ്റ് പലരേക്കാൾ സഹനശക്തി കൂടുതലുണ്ടാവും. അവർക്ക് ഇവൻ ഗ്രഹണശക്തി പോലും കൂടുതലുണ്ടാവും. കാരണം ആ കുഞ്ഞ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അവരിൽ വളർന്നു വന്നിട്ടുണ്ടാവും. ധൈര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സഹനശക്തി, ഇതൊക്കെ സമ്പത്താണ്. പ്രസംഗിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, ഇതെല്ലാം തന്നെ സമ്പത്താണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സമ്പത്തുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ദാനം ആണെന്നുള്ളതാണ്. ഇത് ദൈവം തന്നതാണ്, അല്ലാതെ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടുണ്ടായതല്ല എന്നുള്ള ആ ചിന്ത. മനസ്സിൻ്റെ കഴിവുകൾ അതും സമ്പത്താണ്. എല്ലാറ്റിലും വലിയ സമ്പത്ത് ആധ്യാത്മിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഓരോ നല്ല പ്രവൃത്തിയും ചെയ്യുമ്പോൾ സ്വർഗീയ അക്കൗണ്ടിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായി മാർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾ ഒരു ഭൗതിക സമ്പത്ത് കിട്ടി, അത് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് കയറും. അങ്ങനെ കയറി വരും. നിങ്ങളതിൽ നിന്ന് എടുക്കുമ്പോൾ അത് ക്രെഡിറ്റ് കുറഞ്ഞ് വരും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വർഗീയ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരികയാണ്. അപ്പോൾ നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള നമ്മുടെ കഴിവ് അതൊരു വലിയ സമ്പത്തായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. നന്മ പ്രവർത്തികൾ ചെയ്യാനുള്ള അവസരങ്ങൾ അത് സമ്പത്ത് നേടാനുള്ള അവസരങ്ങളായി വേണം നമ്മൾ കണക്കാക്കാൻ. അങ്ങനെ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വരികയും നമ്മളത് ഉപയോഗപ്പെടുത്തി ഒരു നന്മ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, സ്വർഗീയ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് വരികയാണ്. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ ആ സമ്പത്തിന് കുറവ് വരും. അവിടെ അത്രയും ഡെബിറ്റ് ചെയ്ത് പോകും. ഓരോ തിന്മ ചെയ്യുമ്പോഴും, ഓരോ പാപം ചെയ്യുമ്പോഴും, തിന്മകളൊക്കെ പാപങ്ങളാണ്, പാപത്തിൻ്റെ വെറൈറ്റിയിൽ പെടുന്നതാണ്. എന്ത് തിന്മ ചെയ്താലും, ചെയ്യുക മാത്രമല്ല വിചാരിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുമ്പോഴും അതെല്ലാം സ്വർഗീയ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന തിന്മ പ്രവർത്തികളൊക്കെ കടങ്ങൾ പോലെയാണ്. നന്മ പ്രവർത്തികളെല്ലാം സമ്പത്ത് പോലെയാണ്. ഈ ചിന്ത നമുക്ക് ഉണ്ടാകണം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നന്മ ചെയ്യാനുള്ള നമ്മുടെ കഴിവാണ്. ഭൗതികമായ സമ്പത്ത് ഒരിക്കലും നമ്മൾ നിരാകരിക്കേണ്ടതില്ല. അന്യായമായി ശേഖരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. തെറ്റായ മാർഗത്തിലൂടെ ഭൗതിക സമ്പത്ത് നേടാൻ പാടില്ല. അനുവദനീയമായ മാർഗങ്ങളിലൂടെ മാത്രം അത് നേടുകയും അത് ആവശ്യക്കാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ യേശു നേരത്തെ പറഞ്ഞ ആ സെൻറ്റൻസ് നമ്മളെ നോക്കി പറയുകയില്ല. എത്ര വലിയ ധനവാനാണെങ്കിൽ പോലും എന്ന് ഓർക്കുക. നല്ല സമ്പത്തിൽപ്പെട്ട ഒന്നാണ് ആത്മസംയമനം. പരിശുദ്ധാത്മാവിൻ്റെ ആ 9 ഫലങ്ങളും വലിയ സമ്പത്താണ്. സ്നേഹം വലിയ സമ്പത്താണ്. സ്നേഹിക്കാൻ എല്ലാവർക്കും കഴിയില്ല. സമാധാനം അത് വലിയ സമ്പത്താണ്. സമാധാനം എന്ന് പറയുന്നത്
രാജ്യത്ത് സമാധാനം ഉള്ളപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകുന്നതല്ല. രാജ്യത്ത് പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉള്ളപ്പോഴും സമാധാനം നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് അത് വലിയൊരു സമ്പത്താണ്. ക്ഷമിക്കാൻ കഴിയുക വലിയ സമ്പത്താണ്. സന്തോഷിക്കാൻ കഴിയുക അത് വലിയ സമ്പത്താണ്. നമ്മളൊന്ന് ചിരിക്കുമ്പോൾ ഒരു കെമിക്കൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ തലച്ചോറിലൊരു കെമിക്കൽ ഉണ്ടാകുന്നുണ്ട്. ഹോപ്പോഡോമിൻ എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുക അതൊക്കെ സമ്പത്തിൽ പെടണം. ഒരു കെമിക്കൽ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിയിലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയിലും ഈ കെമിക്കൽ ഉണ്ടാകുന്നു. അതിൻ്റെ പേര് സെറോട്ടിനിൻ എന്നാണ്. ഇതൊക്കെ സമ്പത്തുകളായിട്ട് കണക്കാക്കാം. പരിശുദ്ധാത്മാവിൻ്റെ 9 ഫലങ്ങളും വലിയ സമ്പത്തുകളാണ് എന്ന് ഓർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആധ്യാത്മികമായ സമ്പത്തിൽ കൂടുതൽ വളർന്നു വരാനായിട്ട്, ഭൗതികമായ സമ്പത്തിൽ വളരുന്നത് ഒരു തടസ്സമില്ല, യേശു അതിന് തടസ്സം നിന്നിട്ടില്ല എന്ന് ഓർക്കുക. അത് വളരുന്നതോടൊപ്പം തന്നെ ആത്മീയമായ സമ്പത്തിലും വളർച്ച പ്രാപിക്കാൻ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.